ജിദ്ദയിലും റിയാദിലും ദമാമിലുമുള്ള നോർക്ക ഉപദേശക സമിതികളാണ് സൌജന്യ വിമാന ടിക്കറ്റിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നത്. ഈ 3 പ്രവിശ്യകളിലും 60ഓളം അപേക്ഷകൾ വീതമാണ് ഇതുവരെ ലഭിച്ചത്. ഇതിൽ എമർജൻസി സർട്ടിഫിക്കറ്റിൽ ഫൈനൽ എക്സിറ്റ് ലഭിച്ചവർക്ക് മുൻഗണന നൽകും. ഏകദേശം 60ൽ പരം അപേക്ഷകളാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അതിൽ എമർജൻസി സർട്ടിഫിക്കറ്റിലുള്ള ആളുകളുണ്ട്, ഒറിജിനൽ പാസ്പോർട്ടിൽ എക്സിറ്റ് അടിച്ച് വരുന്ന ആളുകളുണ്ട്. ഇതിൽ നമ്മൾ മുൻഗണനാ ക്രമത്തിൽ ആളുകളെ കയറ്റിവിടുക എന്ന് പറയുന്നത് ഹുറൂബായി കഷ്ടപ്പെട്ട് തർഹീലിൽ നിന്ന് എക്സിറ്റ് കിട്ടിയ ആളുകൾക്കാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത്. അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞതിനാൽ നാട്ടിലേക്ക് വിമാനം ചാർട്ടർ ചെയ്യാനുള്ള നീക്കം ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണ് സൂചന. പകരം നാട്ടിലേക്കുള്ള സർവീസുകളിൽ പ്രത്യേക നിരക്ക് ലഭിക്കാൻ ബന്ധപ്പെട്ടവർ എയർ ഇന്ത്യയുമായി ചർച്ച നടത്തി വരികയാണ്. ടിക്കറ്റ് എപ്പോൾ ലഭിക്കുമെന്ന വ്യക്തതയില്ലാത്തതും ചുരുങ്ങിയ നിരക്കിൽ ഇപ്പോൾ നാട്ടിലേക്കുള്ള ടിക്കറ്റ് ലഭിക്കുന്നതും അപേക്ഷകരുടെ എണ്ണം കുറയാൻ കാരണമാണ്. കൂടാതെ നോർക്ക നിർദ്ദേശിച്ച എല്ലാ യോഗ്യതയുമുള്ളവരിൽ ഭൂരിഭാഗവും നേരത്തെ തന്നെ നാട്ടിലെത്തിയിട്ടുണ്ട്. ചുവപ്പ് കാറ്റഗറിയിൽപ്പെട്ട എംബസിയിൽ നേരത്തെ പേര് രജിസ്റ്റർ ചെയ്തവരുടെ അപേക്ഷകൾ മാത്രമേ പരിഗണിക്കൂ എന്നാണ് നോർക്കയുടെ നിലപാട്. ജലീൽ കണമംഗലം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ.